ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ബേബിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. A to Z എല്ലാ സാധനങ്ങളും മേടിക്കണം. ഇന്ന് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡ്രസ്സിലാണ്. ഇന്ന് തന്നെ എല്ലാം കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ്, അപ്പോൾ ഷോപ്പൊക്കെ പെട്ടെന്ന് അടയ്ക്കും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഒരാളവിടെ വണ്ടിയിൽ കയറി റെഡിയായിരിക്കുകയാണ്. ഇത് 4 മണി വരെ ഷോപ്പൊക്കെ ഉള്ളൂ, അപ്പം ഇന്ന് തന്നെ എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ ഇന്ന് ഒറ്റയടിക്ക് എല്ലാം കൂടി തീർക്കാൻ പറ്റും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പെട്ടെന്ന് നമ്മൾ ടയർഡായി പോവുമല്ലോ, അല്ലേ അമ്പു? അതെ അതെ. അപ്പം നേരെ ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ വേറെ സ്ഥലത്ത് പോകാം എന്നാണ് പ്ലാൻ. പിന്നെ എന്തായാലും പോയിട്ട് നോക്കാം. സമയം എത്രയായി? ഇപ്പം തന്നെ 1:30 ആയി. 1:30 ആയാലും 2:30 ആയാലും ഒരുപാട് നേരം നിന്ന് ഷോപ്പ് ചെയ്യാനുള്ളൊരു എനർജി ഒന്നും എനിക്കുണ്ടാവത്തില്ല. ഈ ലൈറ്റ് ഷെയ്ഡ് ഇല്ലേ, ഇത് ഇത് നോക്ക്, ഇങ്ങനത്തെ. പക്ഷെ ഇതിന് കാലില്ല, കണ്ടോ? ഇത് നോക്ക്, ബ്ലൂ ആണ്. 0 to 1 month. അമ്മ ഇത് നോക്ക്, ഇത് ഓപ്പൺ ആക്കി നോക്കിയേ. അതാണ് ന്യൂ ബോൺ. ഇതെന്താ ന്യൂ ബോൺ എന്ന് എഴുതിയിരിക്കുന്നത്? ഇതെടുക്കാം. ഇതിനകത്ത് വെയിറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നോക്ക്. ചേട്ടാ, ഇതെങ്ങനെ ഉണ്ട്? പാലൊക്കെ കൊടുക്കുമ്പോ ഇങ്ങനെ കഴുതി കെട്ടണ ബിബ്. പാല് കൊടുക്കുമ്പോ കഴുത്തിൽ ഇങ്ങനെ കെട്ടുന്ന കളറുള്ള അല്ലേ? ഇതിൻ്റെ കൂടെ വേറെ ഉണ്ട്. ഇത് എത്ര എണ്ണം? അത് 2 എണ്ണം. ബോൺ ഇൻ 2025. ഇതെടുക്കാം, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരെണ്ണം അതെടുക്കാം. ബനാന ബിബ്സ്. ഇത് പറഞ്ഞ എടുക്കാം അല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. അത് പറഞ്ഞ എടുക്ക്. ഓരോന്നും നമുക്ക് ഇവിടുന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് ഓൺലൈനിൽ നോക്കാം. എടുക്ക്. അതിനകത്ത് എഴുതിയിട്ടില്ലേ? സ്വാഡിലും വല്ലോ ആണോ? ബേബി ബ്ലാങ്കറ്റ്. നല്ല കളറല്ലേ? അല്ലെങ്കിൽ ഗ്രീൻ എടുക്ക. ഗ്രീൻ എടുക്ക. ഏത് ഗ്രീൻ വേണേലും എടുത്തു. ഈ ഗ്രീന് കുറച്ചുകൂടി നല്ലതാണ്, ഡാർക്ക്. അത് കൊള്ളാം. ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഇതില്ല, സെലക്ഷൻ ഭയങ്കര കുറവ്. അപ്പം നാളെ എന്തായാലും ഒന്നുകൂടെ വരേണ്ടി വരും. അവസാനം കൊച്ചിൻ്റെ അച്ഛനാണ് ഇപ്പം ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിശപ്പ്. ഇനി വിശപ്പടക്കിയിട്ട് ഷോപ്പ് ചെയ്യും. നമ്മൾ വാങ്ങിയ സാധനമായിട്ട് കാറിൽ കൊണ്ടുവച്ചിട്ട് ഇനി എനിക്കൊരു ഷൂസും കൂടെ വാങ്ങണം. 2 കയ്യിലും സാധനങ്ങൾ വെച്ച് പിന്നെ പോകാൻ വയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് ആ സാധനം കാറിൽ വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയത് ഈ സാധനം കഴിച്ച് നോക്കട്ടെ. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തോ ചപ്പാത്തി പോലെയൊക്കെ ഇരിക്കുന്നത്. ശരിക്കും ചപ്പാത്തിയുടെ ടേസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ട്.
ഒരു ആലു പറാത്ത ഒക്കെ കഴിക്കുന്ന പോലെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ പറയാം കുറച്ച് തൈരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നേക്കൊള്ളായിരുന്നു. ഇതിൻ്റെ ലാമ്പും പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലേ, സ്പിനച്ച് ആൻഡ് ചീസൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിക്കനാ പറഞ്ഞ. വൈറ്റ് വേണം. നൈക്കി അപ്പുറത്താ. ഈ റേഞ്ചിൽ തന്നെ ഞാൻ നോക്കേണ്ടത് വാങ്ങിക്കും. ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇത് ഓൺലൈനിൽ നോക്കാം നമുക്ക്. ഞങ്ങൾ എപ്പോഴും ലിഡിൽ മത്തി ഉണ്ടോയെന്ന്, ഫ്രോസൺ മത്തി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറും. ഇന്ന് എന്നിട്ട് മത്തിക്ക് വേണ്ടി മാത്രം ഇവിടെ ഒന്ന് കയറി നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. സാധാരണ മത്തിയുടെ ബോർഡ് പോലും കാണുന്നില്ലെന്ന്. അവിടെ നമ്മൾ ടെസ്കോയിൽ വന്നു. ഇവിടെ ഞങ്ങൾ ഓൾറെഡി വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പം നല്ലതും എല്ലാം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ഹായ്, ഇത് ഭയങ്കര ക്യൂട്ടല്ലേ? ആ ശരിയാണല്ലോ. അത് സോക്സ് അത് അപ് ടു 3 months ഇതേ കിടക്കുന്നു. ഹൈ കൊള്ളാം, അതും കൊള്ളാം. കട്ടി ഇത് കൊള്ളൂല്ലേ? ഇന്ന് നമ്മുടെ ഷോപ്പിങ്ങിന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ വന്നിട്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെച്ചതിൽ കുറേയൊക്കെ സെലക്ട് ചെയ്ത് ഇഷ്ടമായതൊക്കെ ഓർഡർ ചെയ്തു. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇന്നും മേടിക്കണം. ഇന്ന് രാവിലെ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലോണ്ട്രി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഇഷ്ടംപോലെ സാധനം മേടിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. ഞാൻ ഒഫീഷ്യലി മെറ്റേണിറ്റി ലീവിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും അമ്പുന് എപ്പോഴും ലീവില്ലല്ലോ. ആഴ്ചയിൽ 2 ദിവസവും അല്ലെങ്കിൽ 1 ദിവസമൊക്കെയാണ് ഫ്രീ ആവാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി കുറേ ലേറ്റ് ആവും. അപ്പം മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നല്ല വെതറല്ലേ? ഇത് മിനി ചട്നി. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. നീ എവിടെ വേണേലും വർക്ക് ചെയ്യാന്നൊക്കെ. ഇന്നും ഷോപ്പിംഗ് കഴിയാണ്ട് നമ്മൾ വീട്ടിൽ പോവാണ്. ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വരും. 6:50 ആയിട്ടുള്ളൂ. നന്നായിട്ട് ഇരുട്ടി. ഷോപ്പെല്ലാം അടയ്ക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ഇന്ന് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ 3ാമത്തെ ദിവസമാണേ. ഇന്നിവിടെ ഒരു B&Q എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കേറുന്നു, അതേപോലെ തിരിച്ചിറങ്ങുന്നു. അവിടെ ഒന്നുമില്ല. അവിടെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നുമില്ല. ഞങ്ങൾ ബേബി കോട്ടും അങ്ങനെയൊക്കെ നോക്കാനാണ് കയറിയത്. അവിടെ ഒന്നുമില്ല. കയറുന്നു, ഇറങ്ങുന്നു.
ഹൽദി കയറണോ? അവർ പറഞ്ഞു ഓൺലൈനിൽ അതൊക്കെ വിൽക്കുന്നത്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഓൺലൈനിൽ നോക്കുന്നതിനെക്കാട്ടിലും വന്നിട്ട് നോക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടൊക്കെ നോക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കുണ്ട് ഈ ഷോപ്പിൽ അതില്ല, ഓൺലൈനിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ ശരി, എന്നാൽ വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ ഉണ്ടെന്നല്ലേ അവര് പറഞ്ഞത്. അതിന് മാത്രമോ? ഇതിങ്ങനെയാ കാർ സീറ്റ് ഇതിൽ കൂടെ ഇടുന്നു. ഓ, ക്ലിപ്പ് ചെയ്യും. ചെറിയ കുട്ടികൾക്ക് ഇതാ, ഇത് കൊണ്ടുവന്നാലും കൊച്ചിനെ തരുമല്ലോ. ഇത് ഇപ്പം ഇത് നല്ലതാണ്. അത് കാർ സീറ്റ് വെക്കാൻ തോന്നുന്നു അല്ലേ? അത് കാറിന്റെ അടിയിൽ വെക്കാൻ തോന്നുന്നു. ഇത് അതിൽ കൊണ്ട് വെക്കുക. അതെല്ലാം കൂടെ ഉള്ളതല്ലേ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. കൊട്ട വട്ടി. ഇന്ന് ഷോപ്പിങ്ങിന്റെ 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം ഇന്ന്. പക്ഷെ എനിക്ക് മാമി ഫുള്ള് കാശായിട്ടാ വന്നിരിക്കുന്നത്. മിൽട്ടൺ കെയ്ൻസിന്ന് ഫുള്ള് കാശായിട്ടാണ്. മിൽട്ടൺ കെയ്ൻസിന്ന് ഫുള്ള് കാശായിട്ടാ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്ത്രീയുടെ ചെലവാണ്. അതെ അതെ, ഇരിക്കട്ടെ എന്നൊക്കെ. അതാ ചിലതൊക്കെ നല്ലതാണ്. ഇത് നിനക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പ്രസവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആരോഗ്യം ഇത് ആവശ്യമുള്ളൂ അല്ലേ? അത് പൊട്ടിച്ചെങ്കിൽ അടുത്ത വേറെ കളർ എടുക്കും. കുളിച്ച് കഴിയുമ്പോ തിരിച്ചു കയറ്റണോ? പൊട്ടോ ഇത്? റബ്ബർ പോലെ ഇല്ലല്ലോ. ഫോൾഡ് ചെയ്യണം. ഇപ്പൊ മുഖം കത്തിക്കണം. ഈ കളർ വേണോ? വെള്ള വേണ്ടല്ലോ. ഈ കളർ മതിയോ? ആശ ഉണ്ടായിരുന്ന കളറായിരുന്നു, ഫുൾ ആശ. ഈ സാധനം എടുത്തേ. എവിടുന്ന് എടുത്താ? ഈ സൈഡ് പെണ്ണാണോ വരുന്നത്? മിണ്ടാൻ പറ്റുന്നില്ല. എന്തെങ്കിലും രണ്ടിന് പട്ടാ. ക്യാമറ നോക്കി